ബൈബിളിൽ കിരീടങ്ങൾ എന്നത് സാധാരണ അലങ്കാരമല്ല. അത് ദൈവം വിശ്വാസികൾക്ക് നൽകുന്ന ആത്മീയ പ്രതിഫലങ്ങളുടെ പ്രതീകമാണ്. ഓരോ കിരീടവും ഒരു പ്രത്യേക ആത്മീയ ജീവിതശൈലിയും വിശ്വാസത്തിലെ സ്ഥിരതയെയും ദൈവസേവനത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ കിരീടവും വിശദമായി നമുക്ക് നോക്കാം. ആദ്യത്തെ കിരീടമാണ് ജീവൻ്റെ കിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. ഇത് യാക്കോബ് 1:12 വെളിപ്പാട് 2:10 രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പരീക്ഷകളും കഷ്ടപ്പാടുകളും വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഘടകങ്ങളാണ്. ഈ പരീക്ഷകളിൽ ദൈവത്തിൽ വിശ്വാസം വിട്ടുപോകാതെ നിലകൊള്ളുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് ജീവൻ്റെ കിരീടം. ഇത് നിത്യജീവിതത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തിന് വിശ്വസ്തനായവൻ അവസാനത്തോളം നിലനിൽക്കണം എന്നതാണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം. കഷ്ടങ്ങൾ വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം നമ്മെ മറക്കില്ല. രണ്ടാമത്തെ കിരീടമാണ് നീതിയുടെ കിരീടം, ക്രൗൺ ഓഫ് റൈറ്റസ്നസ്. ഇത് 2 തീമോഥെയോസ് 4:8 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നാണ്. ഇത് ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. നീതിയായി ജീവിക്കുക എന്നത് വെറും നിയമം പാലിക്കൽ മാത്രമല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ജീവിതം നയിക്കൽ കൂടെയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ച് നയിക്കണം എന്നതാണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം. മൂന്നാമത്തെ കിരീടമാണ് മഹത്വത്തിൻ്റെ കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി. ഇത് 1 പത്രോസ് 5:4 രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സഭയെ വിശ്വസ്തമായി നയിക്കുന്നവർക്ക് ഈ കിരീടം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് ഒരുപാട് ഉത്തരവാദിത്വത്തോടുള്ള സേവനത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ്. നേതൃത്വവും സേവനവും ദൈവത്തിന് വേണ്ടിയായിരിക്കണം. പ്രശസ്തിക്കായും പ്രശസ്തിക്കായിട്ടല്ല, വിശ്വസ്തതയ്ക്കായി സേവിക്കുക. ദൈവസേവനം ഹൃദയത്തോടെ ചെയ്യുമ്പോൾ അത് നമുക്ക് മഹത്വത്തിനായി മാറുവാൻ ഇടയാകും. നാലാമത്തെ കിരീടമാണ് ആനന്ദത്തിൻ്റെ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ്. ഇത് 1 തെസ്സലോനിക്കർ 2:19 രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവർക്കുള്ള സന്തോഷമാണ് ഈ കിരീടം. ഇത് സുവിശേഷം പങ്കുവയ്ക്കുന്നവരുടെ ആനന്ദവും പ്രതിഫലവും സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയിൽ പങ്കാളിയാവുക, രക്ഷയുടെ സന്തോഷം പങ്കിടുക എന്നതാണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്തെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വാക്ക് പങ്കിടുന്നത് വലിയ പ്രതിഫലം നൽകും എന്നതാണ്. അഞ്ചാമത്തെ കിരീടമാണ് നശിക്കാത്ത കിരീടം, ഇൻകറപ്റ്റിബിൾ ക്രൗൺ. ഇത് 1 കൊരിന്ത്യർ 9:25 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കായിക താരം വിജയിക്കാൻ എത്ര കഠിനമായി പരിശീലനം ചെയ്യുന്നു എന്നതുപോലെ വിശ്വാസിയും ആത്മീയ ജീവിതത്തിൽ നിയന്ത്രണവും ശാസനയും പാലിക്കണം. ആത്മീയമായി വളരാൻ ശ്രമിക്കുന്നവർക്കാണ് ശാശ്വതമായിട്ടുള്ള ഈ പ്രതിഫലം, നശിക്കാത്ത കിരീടം ലഭിക്കുന്നത്. ഈ കിരീടങ്ങളെല്ലാം നമുക്ക് ഒരു വലിയ സത്യം പഠിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ പ്രശസ്തിയും സമ്പത്തും നശിച്ചു പോകും. പക്ഷേ ദൈവം നൽകുന്ന ഈ കിരീടങ്ങൾ അത് നിത്യമാണ്. ഓരോ കിരീടവും നമ്മെ ഇങ്ങനെ മാടി വിളിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാവോ? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, നീതിയായി ജീവിക്കാൻ, ദൈവസേവനം ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, ആത്മീയമായി നമ്മൾ വളരുക. ബൈബിളിലെ ഈ 5 കിരീടങ്ങൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഗുണമേന്മയെ ഓർമ്മിപ്പിക്കുന്നു. ഇവ സ്വർണം കൊണ്ടുള്ള കിരീടങ്ങൾ മാത്രമല്ല, വിശ്വാസം, നീതി, സഹനം, ആത്മീയ നിയന്ത്രണം, ദൈവസ്നേഹം എന്നിവയുടെ പ്രതിഫലങ്ങളാണ്. നാം ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ, പരീക്ഷണങ്ങളിൽ ജയിച്ചാൽ, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിച്ചാൽ, അവസാനം നമുക്ക് ലഭിക്കുക ഈ നിത്യ കിരീടങ്ങളായിരിക്കും. എന്നാൽ ഏറ്റവും പ്രധാനമായത് നമ്മൾ ഈ കിരീടങ്ങൾ സ്വന്തമായി വെച്ചിരിക്കാനല്ല, അവയെ യേശുവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുക എന്നതാണ്. ഇന്ന് നാം ചെയ്യുന്ന ഓരോ കാര്യവും നാളെയുടെ നിത്യപ്രതിഫലത്തെ നിർണ്ണയിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.